രാജ്യം ഉറ്റുനോക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പ്രവചനങ്ങളിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റങ്ങളും അട്ടിമറികളുമാണ് ദൃശ്യമാകുന്നത്. പശ്ചിമ ബംഗാളിൽ തൃണമൂലിനെ വീഴ്ത്തി BJP അധികാരം പിടിക്കുമെന്ന് ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പോരാട്ടം പ്രവചനാതീതമായി മാറുകയാണ്. ഓരോ സംസ്ഥാനത്തെയും കൃത്യമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. 294 സീറ്റുകളുള്ള ബംഗാളിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 148 സീറ്റുകൾ മാത്രമാണ്. മെട്രിക് സർവേ പ്രകാരം BJP 146 മുതൽ 161 സീറ്റുകൾ വരെ നേടി അധികാരം പിടിക്കുമെന്നാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് 125 മുതൽ 140 സീറ്റുകളിലേക്ക് ഒതുങ്ങാനാണ് കേട്ടോ സാധ്യത. മാർക്ക് സർവേ BJPക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. 150 മുതൽ 175 സീറ്റുകൾ വരെ BJPക്കും 118 മുതൽ 138 സീറ്റുകൾ വരെ തൃണമൂലിനും ഇവർ പ്രവചിക്കുന്നുണ്ട്. എന്നാൽ പീപ്പിൾസ് പൾസ് മമതാ ബാനർജി ഭരണം നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. തൃണമൂലിന് 177 മുതൽ 187 സീറ്റുകൾ വരെ ലഭിക്കുമ്പോൾ BJP 95 മുതൽ 110 സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആകാംക്ഷയുയർത്തുന്ന പോരാട്ടമാണ് കേട്ടോ നടക്കുന്നത്. 234 സീറ്റുകളുള്ള ഇവിടെ ആ മാന്ത്രിക സംഖ്യ കടക്കാൻ 118 സീറ്റുകളാണ് ആവശ്യം. പീപ്പിൾസ് പൾസ്, അഗ്നി, ചാണക്യ തുടങ്ങിയ ഭൂരിഭാഗം ഏജൻസികളും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചിക്കുന്നത്. ടൈംസ് നൗ, CNN തുടങ്ങിയ ചുരുക്കം ചില ഏജൻസികൾ മാത്രമാണ് NDA സഖ്യത്തിന് വിജയം പ്രവചിക്കുന്നത്. അതോടൊപ്പം നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ് രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചിരിക്കുകയാണ് കേട്ടോ. മിക്ക സർവേകളും 1 മുതൽ 26 സീറ്റുകൾ വരെ വിജയ്ക്ക് പ്രവചിക്കുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ വിജയിയുടെ TVKക്ക് 35% വോട്ട് വിഹിതത്തോടെ 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി DMKക്ക് വെല്ലുവിളിയാകുമെന്നാണ് ഇവരുടെ ആ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ DMKയുമായി നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന വിജയുടെ അവകാശവാദം ഒരു പരിധിവരെ ഈ സർവേ ശരിയാണെന്ന് തെളിയിക്കുകയാണ്. അസമിൽ BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് എല്ലാ സർവേകളും ഒരുപോലെ ശരിവെക്കുന്നത്. 126 സീറ്റുകളുള്ള അസമിൽ മെട്രിക് സർവേയുടെ കണക്ക് പ്രകാരം NDAക്ക് 85 മുതൽ 95 സീറ്റുകൾ വരെ അവർ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് വരുമ്പോൾ 22 മുതൽ 26 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് NDAക്ക് 88 മുതൽ 100 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ്. കോൺഗ്രസ് സഖ്യത്തിന് പരമാവധി 36 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവായ വിലയിരുത്തൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചനങ്ങൾ മാത്രമാണ്. ബംഗാളിൽ താമര വിരിയുമോ അതോ ഭീതി തന്നെ തുടരുമോ? അസമിൽ BJP കരുത്തു കാട്ടുമോ? തമിഴ്നാട്ടിൽ സ്റ്റാലിനെ വീഴ്ത്താൻ വിജയ്ക്ക് സാധിക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കാൻ വോട്ടെണ്ണൽ ദിനം വരെ നാം കാത്തിരിക്കേണ്ടി വരും. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിധി എന്താണെന്ന് അന്നറിയാം നമുക്ക്.